Ladies and gentlemen, this is Adarsh and welcome to my Conedy. ഒരു ക്രൈം ത്രില്ലർ സിനിമ ഇന്ന് ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സെയ്ഫ് അലി ഖാന്റെ പടം കർത്തവ്യ. ഇപ്പൊ എവിടെ നോക്കുമ്പോഴും കംബാക്ക് ആണ്. സൂര്യ കറുപ്പുസ്വാമി വഴി കംബാക്ക് നടത്തി. അതേപോലെ തന്നെ ഞാൻ വിചാരിച്ചു സെയ്ഫ് അലി ഖാന്റെ കംബാക്ക് പടമാണ് എന്നൊക്കെയാണ് ഈ സിനിമ കണ്ടപ്പോ ആദ്യം എനിക്ക് തോന്നിയത്. ഹിന്ദി സിനിമയാണ്. ഹിന്ദി സിനിമ ഞങ്ങൾ കാണില്ല, ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ല. തെലുങ്ക് ഉണ്ട്, തമിഴ് ഉണ്ട്, മലയാളം അവൈലബിൾ അല്ല. നമ്മുടെ അണ്ണന്റെ പേര് പവൻ. ആളൊരു പോലീസ് ഓഫീസറാണ്. പോലീസ് ഓഫീസർ പറഞ്ഞാൽ ഇത് താണ്ട പോലീസ് ഓഫീസർ. മറ്റേ കൈക്കൂലി വാങ്ങിക്കല് അതേപോലെ തന്നെ അങ്ങനത്തെ പരിപാടിക്കൊന്നും അണ്ണനെ കിട്ടില്ല. ന്യായം, നീതി, ധർമ്മം ഇതൊക്കെയാണ് അണ്ണന്റെ പോളിസി. ആരും പേടിയില്ല. ആകെ ഒരു വീക്ക്നെസ് മാത്രമേ ഉള്ളൂ, വെള്ള ഷൂ. ബാക്കി ഒന്നും അങ്ങനെ വീക്ക്നെസ് അല്ല. കുറെ ലേയേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അതായത് ഒരു ആൾദൈവം അങ്ങനെ ഒരു കോമാളി വരേണ്ടതില് ഈ സിനിമയിൽ ആകെ ഒരു മിസ്കാസ്റ്റ് ആയി തോന്നിയത് ആ ഒരു കോമാളി ക്യാരക്ടറാണ്. അപ്പൊ ഈ ആൾദൈവം വന്നിട്ട് ചെറിയ കുട്ടികളെ ഉപയോഗിച്ചിട്ട് ഇങ്ങേർക്കെതിരെ പറയുന്ന ആൾക്കാരും ജേർണലിസ്റ്റിനും ഇവരെയൊക്കെ കൊല്ലാൻ വേണ്ടി നോക്കും. അത് ഒരു ഭാഗത്ത് നടക്കുന്നു. അതിന്റെ ഇടയിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും പരിപാടിയൊക്കെ ഇപ്പോഴും വിശ്വസിച്ച് നടക്കുന്ന കുറെ അലവലാദികൾ വേറെയുണ്ട്. മക്കളെക്കാളും വലുത് എനിക്ക് എന്റെ അഭിമാനം. രാംരാജിന്റെ അഡ്വർടൈസ്മെന്റിൽ പറയുന്ന പോലെ അഭിമാനമുണ്ട്. അതാണ് പറഞ്ഞു നടക്കുന്ന കുറെ അലവലാദികളുണ്ട്. എന്റെ മകൻ താഴ്ന്ന ജാതിയിലുള്ള ഒരു പെണ്ണായിട്ട് ഒളിച്ചോടിയ അവനെയും കൊല്ലും അവളെയും കൊല്ലും. പക്ഷെ അവരെ സ്വീകരിക്കാൻ ഞാൻ റെഡിയല്ല. എന്നാൽ മാത്രമേ എനിക്ക് അഭിമാനം ഉണ്ടാവുള്ളൂ. നമ്മുടെ സെയ്ഫ് അലി ഖാന്റെ അനിയൻ ഒളിച്ചോടുണ്ട് ഒരു താഴ്ന്ന ജാതിക്കാരിയായിട്ട്. അപ്പൊ അതിന്റെ പ്രശ്നം, അതിന്റെ ഇടയ്ക്ക് ഈ കേസ്, അതിന്റെ ഇടയ്ക്ക് സെയ്ഫ് അലി ഖാൻ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ മുമ്പ് ഒരു സ്ത്രീ മരിക്കും. പിന്നെ അണ്ണൻ ഇതൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്ന പറഞ്ഞു പോകുന്ന സിനിമയാണ് കർത്തവ്യ. ഏകദേശം 1 മണിക്കൂർ 50 മിനിറ്റ് ഒക്കെ ഉള്ളൂ ഈ സിനിമ. സിമ്പിൾ പടമാണ്, പക്ഷെ ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. അതാണ് പ്രശ്നം. ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. ഇപ്പൊ ഒരു ത്രില്ലർ സിനിമയില് വിനയം തൂറി മെഴുകണ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ, ഉറപ്പിച്ചോ അവൻ തന്നെയാണ് കാലുവാരി അല്ലെങ്കിൽ പിന്നിന്ന് കുത്താൻ പോണവൻ. അതന്നെയാണ് ഈ സിനിമയിലുള്ളത്. ഭയങ്കര പ്രഡിക്റ്റബിൾ ആയി പോയി. ഈ സിനിമയുടെ തുടക്കമൊക്കെ അടിപൊളിയാണ്. ക്രൈം ത്രില്ലർ പോലെ തുടങ്ങിയിട്ട് പിന്നീട് ക്രൈം ഡ്രാമയിലോട്ട് പോകും. അവിടെ തന്നെ പടം പോയി. സെയ്ഫ് അലി ഖാന്റെ കിഡു പെർഫോമൻസ് ആണ്. ഈ അടുത്ത കാലത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങേരെ ഏറ്റവും ബെസ്റ്റ് ഒരു ക്യാരക്ടറാണ് ഈ പവൻ പറഞ്ഞ പോലീസ് ഓഫീസർ. അടിപൊളി പെർഫോമൻസ്. അങ്ങേരെ ഭാര്യയായിട്ട് അഭിനയിച്ച സ്ത്രീ നല്ല പെർഫോമൻസ് ആയിരുന്നു. സഞ്ജയ് മിശ്ര, ഇവര് തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഇതൊക്കെ രസമുണ്ടായിരുന്നു. ടുവേർഡ്സ് ക്ലൈമാക്സ് അതും രസമുണ്ടായി. പക്ഷെ നമുക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ ആവുള്ളൂ. ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിപ്പോയി. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്. സ്റ്റിൽ സെയ്ഫ് അലി ഖാന്റെ പെർഫോമൻസിന് വേണ്ടി കാണാവുന്ന ഒരു പടം. 2 മണിക്കൂറിന്റെ പടത്തിന് പിന്നെ ഞാൻ ഈ വലിച്ചു നീട്ടിയിട്ട് എന്ത് പറയാനാണ്? ഞാൻ എന്തൊക്കെയൊക്കെ പ്രതീക്ഷിച്ചു. നമ്മൾ ഈ സൂര്യയുടെ കംബാക്ക് പോലെ സെയ്ഫ് അലി ഖാന്റെ കംബാക്ക് പടമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. നന്നായി ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യാതിരുന്നു. OTTയിൽ തന്നെ ഭയങ്കര പ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് ഒരു ഗുമ്മില്ല. ഒരു ത്രില്ലർ കാണുന്ന സമയത്ത് കിട്ടുന്ന ഗുമ്മ് ഇല്ല, എവിടെയില്ല. ആൻഡ് ഇതില് പോലീസ് ഓഫീസർ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങേര് പോയിട്ട് 10-50 പേരെ ഇടിച്ചിടുക അങ്ങനെയൊന്നുമില്ല. ഒരു 4-5 പേര് വന്നു കഴിഞ്ഞു വെച്ചാൽ എന്ത് കലിപ്പനാണെങ്കിലും അണ്ണനെ അടി കിട്ടും. അങ്ങനെയാണ്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് അങ്ങനത്തെ സീൻസ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഇതിലൊരു പയ്യനുണ്ട്, കുറച്ച് സീൻസിലേ ഉള്ളൂ. ആള് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല മറ്റേ ഒരു ആൾദൈവത്തിനെ പോലെ ഒരു ആളുണ്ട്. ഞാൻ ഇങ്ങനെ ഏതൊക്കെ ഇന്റർവ്യൂവിൽ ആങ്കർ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ആനന്ദ് ശ്രീന അങ്ങനെ എന്തോണ് ഇതിലെ ക്യാരക്ടറിന്റെ പേര്. അതിൽ വൻ തോൽവിയായിരുന്നു. അങ്ങേരാണ് ഈ സിനിമയിൽ ആകെ ഒരു മിസ്കാസ്റ്റ്. ബാക്കിയുള്ള എല്ലാവരും കുഴപ്പമില്ല. ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രീതിയിൽ എടുക്കാം. നമ്മൾ എത്രയോ പടങ്ങൾ കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ. അതിലൊക്കെ നമുക്ക് ആ ഒരു കിക്ക് കിട്ടും, ചിലപ്പോൾ ഇമോഷണൽ കണക്ഷൻ കിട്ടും, ത്രില്ല് അടുപ്പിക്കും. ഇതില് പോയി. ഇതിൽ പല സീൻസും അമ്പേ പരാജയമായിരുന്നു. എന്നാൽ കുറച്ച് നല്ല സീൻസ് ഉണ്ട്. സെയ്ഫ് അലി ഖാൻ മറ്റേ തന്തപ്പിടിയെ പിടിച്ച് 4 പൊട്ടിക്കാൻ പോകുന്ന സീനുണ്ട്, അത് പെട്ട സാധനമായിരുന്നു. അതേപോലെ സീനിയർ ഓഫീസറെ പിടിച്ചൊന്ന് പൊട്ടിക്കാൻ പോകുന്ന സീനുണ്ട്, അതും കിട്ടുമായിരുന്നു. ഇങ്ങേർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരാണ് വില്ലൻ എല്ലാവർക്കും മനസ്സിലാവും. മറ്റേ ആനന്ദ് ശ്രീ അല്ലാത്തൊരു വില്ലൻ ആരാന്ന് എല്ലാവർക്കും മനസ്സിലാവും. അവിടെ തന്നെ പടം പോയി. കൂടുതലൊന്നും പറയാനില്ല. ടു മീ പേഴ്സണലി ദിസ് ഈസ് എ വെരി ആവറേജ് പടം ബിക്കോസ് ഓഫ് സെയ്ഫ് അലി ഖാൻസ് പെർഫോമൻസ്. ആ പെർഫോമൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് ആവറേജ് ആണെന്നെങ്കിലും പറയുന്നത്. ഇല്ലെങ്കിൽ അതിന്റെ താഴെ പോണ സിനിമയാണ്.
ബട്ട് സെയ്ഫ് അലി ഖാൻ വാസ് നൈസ്. അങ്ങേരുടെ എല്ലാ ക്യാരക്ടേഴ്സ് എടുത്തു നോക്കിയാലും അതിലത്തെ ഒരു അടിപൊളി ക്യാരക്ടർ തന്നെയാണ് ഈ പവൻ പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര റോ ആണ് ആ ക്യാരക്ടർ. അത് നന്നായിട്ട് തന്നെ അണ്ണൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ട്. സോ വേണ്ടവർ കണ്ടു നോക്കുക. കർത്തവ്യ ഈ സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ്. ഹിന്ദി അറിയാത്തവർക്ക് തമിഴ്, തെലുങ്കൊക്കെ അവൈലബിൾ ആണ്.